നീലമാണിക്യം അവസാന ഭാഗം. ചിലപ്പോൾ അയാൾ അപരാധി തന്നെയെന്നായിരിക്കും തെളിയുക. എന്തായാലും പോലീസിന് കിട്ടാത്ത ഒരു അന്വേഷണ മാർഗം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഭാഗ്യവശാലാണ് ഇങ്ങനെ ഒരു അവസരം കൈവന്നത്. ഇതിന്റെ അവസാനം കണ്ടിട്ടേ വേറെ കാര്യമുള്ളൂ. നേരെ തെക്കോട്ട് മാർച്ച് ചെയ്യുക. ഹോൾബോൺ കടന്ന് എൻഡൽ സ്ട്രീറ്റിലൂടെ കവന്റ് ഗാർഡനിൽ മാർക്കറ്റിലെ ചതുപ്പ് നിലത്തിനിടയിലെ വളഞ്ഞു പുളഞ്ഞ പാത ഞങ്ങൾ പിന്നിട്ടു. ഒരു വലിയ കടയുടെ മുന്നിൽ ബ്രെക്കിൻ റിഡ്ജ് എന്ന പേര് കണ്ടു. കൂർത്ത മുഖവും കൃതാവുമുള്ള ഉടമസ്ഥൻ കട അടയ്ക്കുന്നതിന് ഒരു പയ്യനെ സഹായിക്കുകയായിരുന്നു. ഗുഡ് ഈവനിങ്, ഹോംസ് പറഞ്ഞു. നല്ല തണുപ്പുള്ള രാത്രി. കച്ചവടക്കാരൻ തലയാട്ടി ചോദ്യരൂപേണെ ഹോംസിനെ നോക്കി. താറാവെല്ലാം വിറ്റു കഴിഞ്ഞെന്ന് തോന്നുന്നു. നാളെ രാവിലെ ആകട്ടെ 500 എണ്ണം വേണമെങ്കിലും റെഡി, അയാൾ പറഞ്ഞു. അതുപോരല്ലോ, അതാ ആ വിളക്ക് കാണുന്ന കടയിൽ കുറെ കണ്ടേക്കും. പക്ഷേ ഇവിടുന്ന് വാങ്ങാൻ ഒരാൾ ശുപാർശ ചെയ്തതാണ്. അതാര്? അൽഫ ഹോട്ടലിലെ ഉടമസ്ഥൻ. ഞാൻ അയാൾക്ക് 2 ഡസൻ വിറ്റിട്ടുണ്ട്. ഒന്നാം തരം ഇറച്ചിയായിരുന്നു. അത് എവിടെ നിന്ന് കിട്ടിയതാണ്? ആ ചോദ്യം അയാളെ ശുണ്ടി പിടിപ്പിച്ചു. ഇടുപ്പിൽ കൈവച്ച് തല ഒരു വശത്തേക്ക് തിരിച്ച് അയാൾ പറഞ്ഞു, മിസ്റ്റർ, നിങ്ങൾക്ക് എന്ത് വേണം? തുറന്ന് പറയണം. തുറന്ന് തന്നെയാണ് പറയുന്നത്. അൽഫായിൽ നിങ്ങൾ കൊടുത്ത താറാവ് എവിടെ നിന്ന് വാങ്ങിയതെന്ന് അറിഞ്ഞാൽ മതി. അത് പറയാൻ മനസ്സില്ല. എന്നാലോ? മനസ്സില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇത്ര നിസ്സാരമായ ഒരു കാര്യത്തിന് നിങ്ങൾ ചൂടാവുന്നത് എന്തിന്? ചൂടാകുന്നതോ? ആരായാലും ചൂടായിപ്പോകും. ഞാൻ പണം കൊടുത്താണ് വാങ്ങുന്നത്, വെറുതെ കിട്ടുന്നതല്ല. താറാവ് എവിടെ നിന്ന് വാങ്ങി, ആർക്ക് വിറ്റു, എത്ര അന്വേഷണങ്ങൾ. ലോകത്ത് വേറെ താറാവില്ലാത്തതുപോലെ. അങ്ങനെ അന്വേഷിക്കുന്നവരുമായി എനിക്ക് ബന്ധമൊന്നുമില്ല, ഹോംസ് അശ്രദ്ധനായി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പന്തയം പൊളിഞ്ഞു, അത്ര തന്നെ. താറാവിറച്ചിയുടെ കാര്യത്തിൽ എന്നെ തോൽപ്പിക്കാമെന്നാരും വിചാരിക്കേണ്ട. ഞാൻ തിന്നത് നാടനാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് 5 പവൻ പന്തയം വെച്ചത്. എന്നാൽ നിങ്ങളുടെ 5 പവൻ പോയത് തന്നെ. അത് നാടനല്ല, കച്ചവടക്കാരൻ പറഞ്ഞു. നാടൻ തന്നെ അല്ലെന്ന് ഞാൻ പറയുന്നു, കച്ചവടക്കാരൻ പറഞ്ഞു. എനിക്ക് വിശ്വാസമാകുന്നില്ല, ഹോംസ് വീണ്ടും പറഞ്ഞു. താറാവിനെക്കുറിച്ച് എന്നേക്കാൾ നിങ്ങൾക്കറിയാമോ? ഞാൻ ഈ പണി കുട്ടിക്കാലത്തെ തുടങ്ങിയതാണ്. അൽഫായിലേക്ക് കൊടുത്തതിൽ ഒന്നുപോലും നാടനല്ലെന്ന് ഞാൻ പറയുന്നു. എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല. പന്തയം വയ്ക്കാമോ? വെറുതെ പണം നഷ്ടപ്പെടുത്തരുത്. ഞാൻ പറയുന്നതാണ് ശരി, എനിക്കുറപ്പുണ്ട്. എന്നാലും നിങ്ങളുടെ പിടിവാശി നന്നല്ല. 1 പവൻ പന്തയം. കച്ചവടക്കാരൻ ചിരിച്ചു. കുട്ടി, ആ കണക്ക് പുസ്തകങ്ങൾ എടുക്കൂ. മിസ്റ്റർ പന്തയം, ഇതാ നോക്കൂ, കച്ചവടക്കാരൻ പറഞ്ഞു. ഈ ചെറിയ ബുക്ക് കണ്ടോ? ഇത് ഞാൻ വാങ്ങുന്നതിൻ്റെ കണക്കാണ്. നാടൻ താറാവുകളുടെ കണക്ക്. ഇതാ ഈ പേജിലുണ്ട്. എതിരെയുള്ള നമ്പർ ലെഡ്ജറിൽ ഏത് പേജിലാണ് എഴുതിയിട്ടുള്ളതെന്ന് കാണിക്കുന്നു. ഇതാ നേരെ മറുപുറത്ത് ചുവപ്പ് മഷിയിൽ എഴുതിയത് കണ്ടോ? സപ്ലൈ ചെയ്തവരുടെ പേരാണ്. വായിക്കൂ. മിസ്സിസ് ഓക്സ്ഷോട്ട്, 117 ബ്രിക്സ്റ്റൺ റോഡ്, 249. അതുതന്നെ. ഇനി ലെഡ്ജറിലെ പേര് നോക്കൂ. ഹോംസ് അയാൾ പറഞ്ഞ പേജ് മറിച്ചു. അതെ, മിസ്സിസ് ഓക്സ്ഷോട്ട്, 117 ബ്രിക്സ്റ്റൺ റോഡ്, മുട്ട കോഴി വ്യാപാരം. അതിൽ അവസാനത്തെ തീയതി ഡിസംബർ 22. താറാവ് 24 എണ്ണം, 7 ഷില്ലിംഗ് 6 പെൻസ് വീതം. ശരി, അതിന് താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? വിറത്ത് അൽഫായിലെ വിൻഗറിന് 12 ഷില്ലിംഗ് വീതം. ഇപ്പോഴെന്തു പറയുന്നു? ഷെർലക് ഹോംസ് ഇച്ഛാഭംഗം വന്നവനെ പോലെ കാണപ്പെട്ടു. പോക്കറ്റിൽ നിന്നും 1 പവന്റെ നാണയമെടുത്ത് മേശപ്പുറത്തെറിഞ്ഞിട്ട് നിരാശ കൊണ്ട് സംസാരിക്കാനാവാതെ തിരിഞ്ഞു നടന്നു. കുറച്ചകലെ ഒരു വിളക്ക് തൂണിന് ചുവട്ടിൽ അദ്ദേഹം ശബ്ദമുണ്ടാക്കാതെ അടക്കി ചിരിച്ചു. ഹോംസിന്റെ പ്രത്യേക രീതിയിലുള്ള ചിരി. കൃതാവും പോക്കറ്റിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കുതിരപ്പന്തയ ടിക്കറ്റും കണ്ടാൽ നിങ്ങൾക്ക് അയാളുമായി വാതുകെട്ടാം. സംശയിക്കേണ്ട. പന്തയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ 100 പവൻ കൊടുക്കാമെന്ന് പറഞ്ഞാലും ഇത്രയും കാര്യങ്ങൾ അയാൾ പറഞ്ഞു തരില്ല. മിസ്റ്റർ വാട്സൺ, നമ്മുടെ ഗവേഷണം അവസാനത്തോടടുത്തു. മിസ്സിസ് ഓക്സ്ഷോട്ടിൻ്റെ അടുത്തേക്കുള്ള യാത്ര ഈ രാത്രി തന്നെ വേണോ നാളെ മതിയോ എന്ന് തീരുമാനിക്കണം. അയാൾ പറഞ്ഞതിൽ നിന്നും നമ്മൾ മാത്രമല്ല മറ്റു ചിലരും ഇക്കാര്യത്തിൽ തൽപരരാണെന്ന് തെളിയുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അല്പം മുമ്പ് പുറത്തിറങ്ങിയ കടയിൽ നിന്ന് കേട്ട ബഹളത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുങ്ങിപ്പോയി. അവിടെ കടയ്ക്ക് മുമ്പിൽ പെരിച്ചാഴിയെപ്പോലെ മുഖമുള്ള ഒരാൾ നിന്ന് എന്തിനോ വേണ്ടി കെഞ്ചുന്നു. ബ്രെക്കിൻ റിഡ്ജ് നടയിൽ നിന്ന് അയാളുടെ നേർക്ക് കൈ ഓങ്ങി ആട്ടിപ്പായ്ക്കാൻ ശ്രമിക്കുന്നു. താനും തൻ്റെ ഒരു താറാവും. നാശങ്ങൾ! എന്തൊരു ശല്യമാണിത്!
ഇനി ഇവിടെ വന്നാൽ ഞാൻ പട്ടിയെ അഴിച്ചുവിടും. പറഞ്ഞേക്കാം. മിസ്സിസ് ഓക്സ്ഫോർഡ് വരട്ടെ, ഞാൻ മറുപടി പറയാം. തനിക്ക് ഇതിലെന്ത് കാര്യം? താനല്ലല്ലോ താറാവിനെ എനിക്ക് തന്നത്. അതല്ല, അതിലൊരെണ്ണം എൻ്റേതായിരുന്നു. ആ കൊച്ചു മനുഷ്യൻ വിലപിച്ചു. എന്നാൽ മിസ്സിസ് ഓക്സ്ഫോർഡിനോട് ചോദിക്കൂ. അവർ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു. ദൈവം തമ്പുരാൻ്റെ അടുത്ത് പോയി ചോദിക്ക്. ഇനി ഇവിടെ കണ്ടുപോകരുത്. ഓടിക്കോ. മുഷ്ടി ചുരുട്ടി പാഞ്ഞു ചെന്നപ്പോൾ ആ അന്വേഷകൻ ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. ബ്രിക്സ്റ്റൺ റോഡിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കാം, ഹോംസ് മന്ത്രിച്ചു. എൻ്റെ കൂടെ വരൂ. അയാളെ പിടികൂടിയാൽ ചിലതൊക്കെ അറിയാം. വഴിപോക്കലുടെ ഇടയിൽ കൂടി ഊളയിട്ട് ചെന്ന ഹോംസ് വേഗം ആ കുറിയ മനുഷ്യനെ കണ്ടെത്തി. പിറകെ കൂടെ ചെന്ന് അയാളുടെ തോളിൽ തട്ടി. അയാൾ ഞെട്ടിത്തിരിഞ്ഞു. തെരുവ് വിളക്കിൻ്റെ പ്രകാശത്തിൽ അയാളുടെ വിളറി വെളുത്ത മുഖം ഞാൻ കണ്ടു. നിങ്ങൾ ആരാണ്? എന്ത് വേണം? വിറയ്ക്കുന്ന സ്വരത്തിൽ അയാൾ ചോദിച്ചു. ക്ഷമിക്കൂ, ഹോംസ് പറഞ്ഞു. നിങ്ങൾ കച്ചവടക്കാരനോട് ഇപ്പോൾ ചോദിച്ചത് ഞാൻ കേട്ടു. നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കും. നിങ്ങൾക്കോ? നിങ്ങൾ ആരാണ്? ഇക്കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എൻ്റെ പേര് ഷെർലക് ഹോംസ് എന്നാണ്. മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ ജോലി. പക്ഷേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ, അയാൾ പറഞ്ഞു. എനിക്കെല്ലാം അറിയാം. ബ്രിക്സ്റ്റൺ റോഡിലെ മിസ്സിസ് ഓക്സ്ഫോർഡ് ബ്രക്കിൻബ്രിഡ്ജ് എന്ന ഒരു കച്ചവടക്കാരന് വിറ്റതും അയാളിൽ നിന്ന് ആൽഫയിലെ മിസ്റ്റർ വിൻഡി ഗേറ്റ് വാങ്ങിയതും അയാൾ മിസ്റ്റർ ഹെൻറി ബേക്കർ അംഗമായ ക്ലബിന് കൊടുത്തതുമായ താറാവിൻ്റെ കാര്യമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. സർ, താങ്കളെ തന്നെയാണ് എനിക്ക് കാണേണ്ടത്. വിറയ്ക്കുന്ന കൈകൾ നീട്ടി യാചിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ എനിക്ക് എത്രമാത്രം താല്പര്യമുണ്ടെന്ന് താങ്കൾക്ക് അറിഞ്ഞുകൂടാ. അതുവഴി വന്ന ഒരു കുതിരവണ്ടി ഹോംസ് വിളിച്ചു നിർത്തി. എങ്കിൽ ഈ തണുപ്പിലും കാറ്റിലും തെരുവിൽ നിന്ന് സംസാരിക്കേണ്ട. മുറിക്കകത്ത് സുഖമായിരുന്ന് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ സഹായം ആവശ്യപ്പെടുന്നയാൾ ആരാണെന്ന് ഞാൻ അറിയണ്ടേ? അല്പം അറച്ചു നിന്നിട്ട് ഒരു വശത്തേക്ക് നോക്കി അയാൾ പറഞ്ഞു. എൻ്റെ പേര് ജോൺ റോബിൻസൺ. അതല്ല ശരിയായ പേര്, ഹോംസ് ശാന്തമായി മധുരസ്വരത്തിൽ പറഞ്ഞു. ശരിയായ പേരല്ലെങ്കിൽ വ്യവഹാരം നടത്താനൊരു രസമില്ല. അയാളുടെ മുഖത്ത് ലജ്ജയുടെ മിന്നലാട്ടം തെളിഞ്ഞു. ശരി, എൻ്റെ ശരിയായ പേര് ജോൺ റൈഡർ എന്നാണ്. അത് വാസ്തവം തന്നെ. ഹോട്ടൽ കോസ്മോപൊളിറ്റനിലെ പരിചാരക പ്രധാനി. ദയവായി വണ്ടിയിൽ കയറൂ. നിങ്ങൾക്കറിയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു തരാം. അയാൾ ഞങ്ങളെ മാറി മാറി നോക്കി. ആ നോട്ടത്തിൽ ഭയവും പ്രതീക്ഷയും നിഴലിച്ചിരുന്നു. ഭാഗ്യത്തിൻ്റെ ഉത്തുംഗ ശ്രേണിയിലേക്കോ നിർഭാഗ്യത്തിൻ്റെ പടുകുഴിയിലേക്കോ തൻ്റെ യാത്ര എന്നയാൾക്ക് നിശ്ചയമില്ലായിരുന്നു. കുതിരവണ്ടിയിൽ അരമണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ ബേക്കർ സ്ട്രീറ്റിലെ മുറിയിലെത്തി. വഴിയിൽ ആരും ഒന്നും സംസാരിച്ചില്ല. നമ്മുടെ പുതിയ സ്നേഹിതൻ്റെ ദീർഘനിശ്വാസങ്ങളും സദാ ചലിച്ചുകൊണ്ടിരുന്ന കരങ്ങളും അയാളുടെ മാനസിക വിക്ഷോഭം പ്രകടമാക്കി. ഇതാ ഞങ്ങളെത്തി. മുറിയിൽ പ്രവേശിച്ചപ്പോൾ ഹോംസ് സന്തോഷത്തോടെ പറഞ്ഞു. ഈ കാലാവസ്ഥയിൽ നെരിപ്പോട് അത്യാവശ്യം തന്നെ. മിസ്റ്റർ റൈഡർ, നിങ്ങൾക്ക് തണുക്കുന്നുണ്ട് അല്ലേ? അതിനടുത്തേക്ക് നീങ്ങിയിരിക്കൂ. ഞാൻ സ്ലിപ്പർ എടുത്തിട്ടോട്ടെ. ശരി, ഇനി ആ താറാവുകളെ പറ്റിയാണ് അറിയേണ്ടത് അല്ലേ? അതെ സാർ. ശരിക്കു പറഞ്ഞാൽ അതിൽ ഒരു താറാവിനെ പറ്റി. വെളുത്ത വാലിൽ കുറുകെ കറുപ്പടയാളമുള്ള ആ ഒരെണ്ണത്തിലാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് തോന്നുന്നു. റൈഡർ വികാരഭരിതനായി ശരീരം വിറച്ചു. അത് തന്നെ സാർ. അതെവിടെയാണെന്ന് പറയാമോ? അതിവിടെ തന്നെ വന്നു ചേർന്നു. ഇവിടെ? അതെ, ഒന്നാം തരം താറാവായിരുന്നു. നിങ്ങൾ അതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതിൽ അത്ഭുതമില്ല. ചത്തു കഴിഞ്ഞിട്ടും അതൊരു മുട്ടയിട്ടു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ തിളങ്ങുന്ന ചെറിയ നീലമുട്ട. ഞാൻ അത് എൻ്റെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആഗതൻ ആടി ആടി എണീറ്റു നിന്നു. വീഴാതിരിക്കാൻ വലത്തു കൈകൊണ്ട് കൈവരിയിൽ പിടിച്ചു. ഹോംസ് ഇരുമ്പ് പെട്ടി തുറന്നു. നീലമാണിക്യം പുറത്തെടുത്തു. ഒരു നക്ഷത്രം പോലെ ശീതകിരണങ്ങൾ പ്രസരിപ്പിച്ച് അത് വെട്ടിത്തിളങ്ങി. റൈഡർ വല്ലാത്ത പിരിമുറുക്കത്തോടെ നിന്നു. അതിന്മേൽ അവകാശം ഉന്നയിക്കണോ നിരാകരിക്കണോ എന്നറിയാതെ മിഴിച്ചു നോക്കി. റൈഡർ, നിങ്ങളുടെ കള്ളി വെളിച്ചത്തായിരിക്കുന്നു, ഹോംസ് ശാന്തനായി പറഞ്ഞു. നേരെ നിൽക്കൂ, അല്ലെങ്കിൽ തീയുടെ പുറത്ത് മറിഞ്ഞു വീഴും. വാട്സൺ അയാളെ താങ്ങിപ്പിടിച്ച് കസേരയിലിരുത്തു. കുറ്റം വെളിപ്പെട്ടപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ചങ്കൂറ്റമില്ല. അല്പം ബ്രാൻഡി കൊടുക്കൂ. ഇപ്പോൾ വേണ്ടില്ല, വെറും അല്പപ്രാണി. മറിഞ്ഞു വീഴാൻ തുടങ്ങിയെങ്കിലും ബ്രാൻഡി ഉള്ളിൽ ചെന്നപ്പോൾ റൈഡറുടെ മുഖത്ത് രക്തപ്രസാദമുണ്ടായി. ഭയന്ന കണ്ണുകൾ
തൻ്റെ പ്രതിയോഗിയുടെ മുഖത്ത് തറപ്പിച്ച് അയാൾ ഇരുന്നു. എല്ലാ തെളിവുകളും എൻ്റെ പക്കലുണ്ട്. നിങ്ങൾ ഒന്നും പറഞ്ഞു തരേണ്ടതില്ല. എങ്കിലും കേസ് പൂർത്തിയാക്കുന്നതിന് ഒരു വിവരം മാത്രം അറിയണം. കാതറിൻ കസാക്കാണ് എന്നോട് അത് പറഞ്ഞിരുന്നത്. അയാളുടെ തൊണ്ട വിറച്ചിരുന്നു. ഓഹോ, അവരുടെ ദാസി അല്ലേ? പെട്ടെന്ന് പണക്കാരനാകാമെന്ന മോഹം നിങ്ങളുടെ മുൻഗാമികളെപ്പോലെ നിങ്ങൾക്കുമുണ്ടായി. പക്ഷേ അതിന് പ്രയോഗിച്ച തന്ത്രം ബുദ്ധിപൂർവമായിരുന്നില്ല റൈഡർ. നിങ്ങളിൽ ശരിയായ ഒരു തെമ്മാടിയുടെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈയപ്പണിക്കാരൻ ഹോർണർ ഇതുപോലൊരു സംഭവവുമായി ഇതിനു മുമ്പ് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അയാളെ സംശയിച്ചു കൊള്ളുമെന്ന് ധരിച്ചു. അതിന് നിങ്ങൾ എന്തു ചെയ്തു? സഹായിയായ കസാക്കിനോട് ചേർന്ന് ഒരു പണിയൊപ്പിച്ചു. നന്നാക്കാൻ അയാളെ തന്നെ വിളിക്കാൻ ഏർപ്പാടും ചെയ്തു. അയാൾ പോയ ശേഷം ആഭരണപ്പെട്ടി തുറന്ന് മോഷണം നടത്തി. ബഹളമുണ്ടാക്കി ആ ഭാഗ്യദോഷിയെ അറസ്റ്റ് ചെയ്യിച്ചു. എന്നിട്ട് റൈഡർ പെടുനെ നിലത്ത് കമിഴ്ന്നു വീണു. എൻ്റെ സ്നേഹിതൻ്റെ പാദങ്ങളിൽ പിടിച്ചു. ദൈവത്തെ ഓർത്ത് എന്നോട് ക്ഷമിക്കൂ. അയാൾ കേണു. എൻ്റെ അച്ഛനും അമ്മയും അവർ ഹൃദയം പൊട്ടി മരിക്കും. ഇതിനു മുമ്പ് ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഇനി ആവർത്തിക്കുകയുമില്ല. സത്യം ചെയ്യാം. വേദപുസ്തകം തൊട്ട് സത്യം ചെയ്യാം. ദയവ് ചെയ്ത് മാപ്പു തരൂ. എന്നെ കോടതിയിൽ കേറ്റരുതേ. പോയി കസേരയിലിരിക്കൂ, ഹോംസ് ശാസിച്ചു. ഇപ്പോൾ താണുകേണു പറഞ്ഞാൽ പോരാ. ചെയ്യാത്ത കുറ്റത്തിന് പാവം ഹോർണറെ ജയിലിൽ അടച്ചപ്പോൾ ഓർക്കണമായിരുന്നു. ഞാൻ ഒളിച്ചോടാം. ഈ നാട്ടിൽ നിന്ന് പൊയ്ക്കളയാം. അപ്പോൾ അയാളുടെ മേലുള്ള കേസ് തള്ളിക്കളയും. നമുക്കതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം. നിങ്ങൾ എന്തു ചെയ്തുവെന്ന് പറയൂ. രത്നം താറാവിൻ്റെ ഉള്ളിൽ എങ്ങനെ ചെന്നുപെട്ടു? താറാവ് കടയിൽ വിൽപ്പനയ്ക്കെത്തിയതെങ്ങനെ? സത്യം പറയണം. രക്ഷപ്പെടാൻ അതേ വഴിയുള്ളൂ. വരണ്ട ചുണ്ടുകൾ നാവുകൊണ്ട് നനച്ച് റൈഡർ പറഞ്ഞു. നടന്നതുപോലെ പറയാം സാർ. ഹോർണറെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉടനെ രത്നം അവിടെ നിന്ന് കടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ മുറി പോലീസ് പരിശോധിക്കുകയില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഹോട്ടലിൽ സൂക്ഷിച്ചു വെക്കാൻ വേറെ സ്ഥലമില്ല. ഞാൻ ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞ് എൻ്റെ സഹോദരിയെ കാണാൻ പോയി. അവളും ഭർത്താവ് ഓക്ക്ഷോട്ടും ബ്രിക്സ്റ്റൺ റോഡിലാണ് താമസിക്കുന്നത്. താറാവിനെ വളർത്തി വിൽക്കുന്നതാണ് ജോലി. വഴിയിൽ ഞാൻ കണ്ട ഓരോ ആളും പോലീസുകാരനോ ഡിറ്റക്റ്റീവോ ആണെന്ന് എനിക്ക് തോന്നി. തണുത്തുറഞ്ഞ ആ രാത്രിയിൽ ഞാൻ വിയർപ്പിൽ കുളിച്ചിരുന്നു. വല്ലാതെ വിളറിയിരിക്കുന്നുണ്ടല്ലോ. എന്താണ് കാരണമെന്ന് സഹോദരി ചോദിച്ചപ്പോൾ ഹോട്ടലിൽ മോഷണം നടന്നതിലുള്ള വിഷമമാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് പുകവലിക്കാനെന്ന ഭാവത്തിൽ ഞാൻ പുറത്തിറങ്ങി. എന്തു ചെയ്യേണ്ടു എന്നാലോചിച്ചു. എനിക്കൊരു സ്നേഹിതനുണ്ട്, മൗട്ട്സ്ലി. വഴി പിഴച്ചുപോയി. അടുത്ത കാലം വരെ അയാൾ ജയിലിലായിരുന്നു. കള്ളന്മാർ കളവ് മുതൽ ഒളിച്ചു വയ്ക്കുന്ന രീതിയെക്കുറിച്ച് അയാൾ പണ്ടൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. എന്നോടയാൾ കള്ളം പറയുകയില്ലെന്നും രത്നം എങ്ങനെ കൈമാറാമെന്ന് അയാളോട് ആലോചിക്കാമെന്നും ഞാൻ കരുതി. അയാൾ താമസിച്ചിരുന്ന കിൽബോണിലേക്ക് പോകണം. പക്ഷേ എങ്ങനെ സുരക്ഷിതമായി അയാളെ സമീപിക്കും? ഹോട്ടലിൽ നിന്ന് ഇതുവരെ വരാൻ പെട്ട പാട്. ഏത് നിമിഷവും ഞാൻ പിടികൂടപ്പെടും. ശരീരപരിശോധനയിൽ കോട്ടിൻ്റെ പോക്കറ്റിലുള്ള രത്നം കണ്ടെടുക്കും. ഇങ്ങനെയൊക്കെ ആലോചിച്ച് ചുമരിൽ ചാരി നിൽക്കെ ചുറ്റും തത്തി നടന്ന താറാവുകളെ കണ്ടപ്പോൾ എനിക്കൊരു പുതിയ ആശയം ഉദിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രമുഖനായ ഡിറ്റക്റ്റീവിനെ പോലും പറ്റിക്കാനുള്ള മാർഗം തെളിഞ്ഞു കണ്ടു. ക്രിസ്മസിന് എനിക്കിഷ്ടമുള്ള ഒരു താറാവിനെ തരാമെന്ന് എൻ്റെ സഹോദരി പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ താറാവിനെ കൊണ്ടുപോകണം. രത്നം താറാവിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിരിക്കും. മുറ്റത്തുള്ള ഒരു ചെറിയ ഷെഡിലേക്ക് ഞാൻ ഒരു താറാവിനെ ഓടിച്ചു കയറ്റി. വലിയ വെളുത്ത വാലിൽ വരയുള്ള ഒരെണ്ണം. ഞാൻ അതിനെ പിടികൂടി വായ പിളർന്ന് രത്നം അകത്തേക്ക് ഇട്ടുകൊടുത്തു. വിരൽ കൊണ്ട് തള്ളി ഉള്ളിലാക്കി. പക്ഷി അത് വിഴുങ്ങി. തൊണ്ടയിലൂടെ അത് ഇറങ്ങിപ്പോകുന്നത് എനിക്കറിയാൻ കഴിഞ്ഞു. അപ്പോൾ അത് ചിറകിട്ടടിച്ച് ബഹളം കേട്ട് എൻ്റെ സഹോദരി ഇറങ്ങി വന്നു. ഞാൻ അവളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ താറാവ് ഓടി മറ്റുള്ളവയോട് ചേർന്നു. ജിം, നീ അതിനെ എന്തു ചെയ്യുകയായിരുന്നു? അവൾ ചോദിച്ചു. ക്രിസ്മസിന് എനിക്കൊരു താറാവ് തരാമെന്ന് പറഞ്ഞില്ലേ? കൊള്ളാവുന്നതേതെന്ന് നോക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു. ഓ, അതിനാണോ? നിനക്ക് വേണ്ടി ഒരെണ്ണം പ്രത്യേകിച്ച് വളർത്തുന്നുണ്ട്. ജിമ്മിൻ്റെ താറാവ് എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. അതാ ആ വെളുത്തത്. ആകെ 26 എണ്ണമുണ്ട്. ഒന്ന് നിനക്ക്, ഒരെണ്ണം നമുക്ക്, ബാക്കി 2 ഡസൻ വിൽപ്പനയ്ക്കും. നന്ദി മാഗി, ഞാൻ പറഞ്ഞു. പക്ഷേ നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാനിപ്പോൾ പിടിച്ചു വച്ചിരുന്നില്ലേ, അതിനെ തന്നാൽ മതി. നിനക്ക് വേണ്ടി വളർത്തിയതിന് 3 പൗണ്ടെങ്കിലും തൂക്കം കൂടുതൽ കാണും ഇതിനേക്കാൾ.
നിനക്ക് വേണ്ടി പ്രത്യേകം വളർത്തിയതാണത്. സാരമില്ല, എനിക്കിത് മതി, ഇപ്പോൾ തന്നെ കൊണ്ടുപോട്ടെ. ശരി, എന്നാൽ നിന്റെ ഇഷ്ടം ഏതാണ് നിനക്ക് വേണ്ടത്? വാലിൽ കറുപ്പുള്ള വെളുത്തത് കൂട്ടത്തിൽ നടുക്കു നിൽക്കുന്നില്ലേ, അതിനെ കൊന്ന് എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ. ഞാൻ അപ്രകാരം ചെയ്തു. കിൽബേൺ വരെ താറാവിനെ ചുമന്നുകൊണ്ടുപോയി. എൻ്റെ ചങ്ങാതി മൗഡ്സ്ലിയോട് കാര്യം പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ അയാൾക്ക് വേഗം മനസ്സിലാകും. അയാൾ പൊട്ടിച്ചിരിച്ചു. ചിരിച്ച് ശ്വാസം മുട്ടുമെന്നായി. ഒരു കത്തിയെടുത്ത് താറാവിനെ കീറി നോക്കി. രക്തം കണ്ടുകിട്ടിയില്ല. ഞാൻ സ്തംഭിച്ചു പോയി. അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി. താറാവിനെ അവിടെ ഇട്ടിട്ട് ഞാൻ സഹോദരിയുടെ വീട്ടിലേക്ക് ഓടി. അവിടെ ഒരൊറ്റ താറാവ് പോലും ഇല്ലായിരുന്നു. മാഗി, അവയെല്ലാം എവിടെ പോയി? ഞാൻ വിളിച്ചു ചോദിച്ചു. കച്ചവടക്കാരൻ വന്ന് കൊണ്ടുപോയി. ഏത് കച്ചവടക്കാരൻ? കവന്റ് ഗാർഡനിലെ ബ്രേക്കിൻ റിഡ്ജ്. എനിക്ക് തന്നതുപോലെ വാലിൽ കറുപ്പുള്ള വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ജിം, ഒരുപോലുള്ള 2 എണ്ണം ഉണ്ടായിരുന്നു. എനിക്ക് പോലും അവയെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്കെല്ലാം വ്യക്തമായി. ഞാൻ ബ്രേക്കിൻ റിഡ്ജിൻ്റെ കടയിലേക്ക് പാഞ്ഞു. അവിടെ ചെല്ലുന്നതിന് മുമ്പ് അയാൾ എല്ലാം വിറ്റുകളഞ്ഞു. ആർക്കാണ് വിറ്റതെന്ന് അയാൾ പറഞ്ഞില്ല. ഞാൻ എത്ര കെഞ്ചിയിട്ടും ഫലമുണ്ടായില്ല. ഇന്ന് രാത്രി താങ്കൾ തന്നെ നേരിട്ടറിഞ്ഞതാണല്ലോ. എൻ്റെ സഹോദരി വിചാരിക്കുന്നത് എനിക്ക് ഭ്രാന്താണെന്നാണ്. ഭ്രാന്ത് പിടിച്ചു പോയെന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നിപ്പോകുന്നു. എന്നിട്ടിപ്പോൾ ഞാനൊരു കള്ളനുമായി. എൻ്റെ സൽപ്പേര് എന്തിനു വേണ്ടി നഷ്ടപ്പെടുത്തിയോ ആ വസ്തു കൈകൊണ്ട് തൊടാൻ പോലും ഒക്കാതെ ഞാനൊരു കള്ളനായി. ദൈവമേ, ഇനി എന്തു ചെയ്യും? വിതുമ്മിക്കരഞ്ഞുകൊണ്ടയാൾ മുഖം പൊത്തി. ദീർഘനേരം നിശബ്ദത തളം കെട്ടി നിന്നു. അയാളുടെ ശ്വാസോച്ഛ്വാസവും ഷെർലക് ഹോംസ് വിരലുകൾ കൊണ്ട് മേശപ്പുറത്ത് താളം പിടിക്കുന്ന ശബ്ദവും മാത്രം കേൾക്കാമായിരുന്നു. പെട്ടെന്ന് എൻ്റെ സ്നേഹിതൻ എണീറ്റ് കതകു തുറന്നു. പുറത്തു കടക്കൂ, അദ്ദേഹം പറഞ്ഞു. എന്ത് സാർ? ദൈവം അങ്ങയെ രക്ഷിക്കും. മിണ്ടി പോകരുത്, കടക്കൂ പുറത്ത്. അയാൾ മിണ്ടാനൊന്നും നിന്നില്ല. ഒരൊറ്റ പാച്ചിൽ. കോണിപ്പടികളിൽ പടപട ശബ്ദം, കതകടയ്ക്കുന്ന ഒച്ച, തെരുവിൽ ഓടിപ്പോകുന്ന കാലുകളുടെ ആരവം. ഹോംസ് പുകവലിക്കുന്ന പൈപ്പ് കയ്യിലെടുത്തിട്ട് പറഞ്ഞു. വാട്സൺ, പോലീസിന്റെ കഴിവില്ലായ്മ നികത്താൻ എന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഹോർണർ അപകടത്തിൽപ്പെട്ടെങ്കിൽ അത് വേറെ കാര്യം. ഏതായാലും സാക്ഷി പറയാൻ ആളില്ല. കേസ് പൊളിയും. ഞാൻ കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് തോന്നുന്നു. എങ്കിലും ഒരാത്മാവ് രക്ഷപ്പെടട്ടെ. അയാൾ ഇനി തെറ്റു ചെയ്യുകയില്ല. ശരിക്കും പേടിച്ചുപോയി. ഇനി ജയിലിൽ അടച്ചാൽ ജീവിതകാലം അത്രയും ജയിൽ പുള്ളിയായി തീരുമെന്നല്ലാതെ വേറെയൊന്നും നേടാനില്ല. പോരെങ്കിൽ ഇത് പ്രായശ്ചിത്തത്തിൻ്റെ സീസണാണ്. സന്ദർഭവശാൽ വളരെ വിചിത്രമായ ഒരു പ്രശ്നം നമുക്ക് ഗവേഷണത്തിന് ലഭിച്ചു. അതുതന്നെയാണ് അതിൻ്റെ പ്രതിഫലവും. ദയവായി ആ മണിയൊന്നടിക്കൂ ഡോക്ടർ. വിശക്കുന്നു. നമുക്ക് മറ്റൊരു ഗവേഷണം തുടങ്ങാം. ഇതിലും ഒരു കോഴിയാണ് പ്രധാന കഥാപാത്രം.